ഹൈന്ദവ പുരാണങ്ങളിലെയും ഉപനിഷത്തുകളിലെയും വചനങ്ങൾ ചേർത്ത പുതിയ ബൈബിൾ ശ്രദ്ധിക്കപ്പെടുന്നു. കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അംഗീകാരത്തോടെ പുറത്തിറക്കിയ ബൈബിളിൽ സാരി ഉടുത്ത കന്യാമറിയവുമുണ്ട്. ഭഗവത്ഗീത, ഗീതാഞ്ജലി തുടങ്ങിയവയിലെ ഉദ്ധരണികളും മീരാബായിയുടെ കൃഷ്ണസ്തുതികളും ചേർത്താണ് കമ്മ്യൂണിറ്റി ബൈബിൾ പുറത്തിറക്കിയിട്ടുള്ളത്. ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ഇവയെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. 1990 മുംബൈയിൽ ചേർന്ന ക്രൈസ്തവ പണ്ഡിത സമ്മേളനമാണ് ഇത്തരത്തിൽ ഭാരതീയവൽക്കരിച്ച ബൈബിൾ പുറത്തിറക്കാൻ തീരുമാനിച്ചത്. അന്യമതഗ്രന്ഥങ്ങളിലെ വചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന ബൈബിൾ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ്. ഈ ടെക്സ്റ്റുകൾ ബൈബിളിലേക്കും ബൈബിൾ വ്യാഖ്യാനത്തിലേക്കും എടുക്കുമ്പോൾ അതിനെ വ്യക്തമായൊരു ക്രൈസ്തവ വ്യാഖ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ കൃഷ്ണനെ കുറിച്ചായിരിക്കും മീരാഭായിയുടെ ഭക്തി, പക്ഷേ ഇവിടെ മഗ്ദലന മറിയത്തിൻ്റെ യേശുവിനോടുള്ള ഭക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് മീരാഭായിയുടെ കവിത ഉദ്ധരിക്കുന്നുണ്ട്. അത് ആ ഉദ്ധരണിയെ അവിടെ ക്രൈസ്തവമായൊരു പശ്ചാത്തലത്തിൽ ആണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ബൈബിളിൽ ചിത്രീകരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണവും ഭാരതീയ ശൈലിയിലാണ്. ബൈബിൾ പുറത്തിറങ്ങിയിട്ട് അധികമാവാത്തതുകൊണ്ട് വിശ്വാസികളുടെ പ്രതികരണം വന്നു തുടങ്ങിയിട്ടില്ല. സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.